ഹലോ ഗേസ്, എല്ലാവർക്കും ഒരു പുതിയ കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ജൂഡിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ജൂഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ഒറ്റക്കല്ല, കൂടെ എൻ്റെ ഉമ്മച്ചിയും വൈഫും കുഞ്ഞും കൂടിയുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടിയാണ് ജൂഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ട് പോകണമല്ല കേട്ടോ. ഇന്ന് ഉച്ചക്ക് ലഞ്ച് ജൂഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ജൂഡിൻ്റെ ഫാമിലിയും ഞങ്ങളും കൂടി ഒരുമിച്ചാണ് ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് ജൂഡ് എന്തോ ബിരിയാണിയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂഡിൻ്റെ വീട്ടിൽ ചെന്ന് നമുക്ക് നോക്കാം അവൻ എന്താണ് നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജൂഡിൻ്റെ വീട് വന്നത് ചെല്ലാനത്താണ് കേട്ടോ. അതായത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ ജൂഡിൻ്റെ വീട്ടിലേക്ക്. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടും ആരെയും കാണാനില്ല കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി ജൂഡ് എന്തായാലും കിച്ചണിലായിരിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ കിച്ചണിലേക്ക് കണ്ടുപോയത്. ഞാൻ നോക്കിയപ്പോൾ ബിരിയാണി ആയിട്ടോ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂഡിനെയാണ് ഞാൻ കണ്ണിൽ കണ്ടത്. ഇത് മൊത്തം നീയാണ് ബിരിയാണി ഉണ്ടാക്കി. ജൂഡ് പണിയിലാണ്. ആര് എൻ്റെ പേര് അങ്ങനെ ജൂഡിൻ്റെ ഫുൾ കോൺസെൻട്രേഷനും ബിരിയാണി ഉണ്ടാക്കുന്നതിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഫൈനൽ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ബിരിയാണി മൊത്തം റെഡിയായി കഴിഞ്ഞായിരുന്നു. പിന്നെ അതുകൂടാണ്ട് തന്നെ ബിരിയാണിയുടെ നല്ല അടിപൊളി സ്മെല്ലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ട്. സാധാരണയായി നമ്മുടെ വീട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉമ്മിച്ചി യൂസ് ചെയ്യണ അരിയാണ് ജീരകശാല റൈസിൻ്റെ അരിയാണ് യൂസ് ചെയ്യണത്. അത് പണ്ട് മുതൽ ഇപ്പോൾ വരെ അങ്ങനെ തന്നെ ഉണ്ട്. ജീരകശാലയുടെ റൈസിൻ്റെ അരി വെച്ചാണ് ഉമ്മിച്ചി ബിരിയാണി ഉണ്ടാക്കോളും. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ അരി ഭയങ്കര ചെറുതാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് നീളമേ ഉണ്ടാവില്ല. നമ്മൾ കൂടുതലും പുറത്ത് ഫ്രണ്ട്സിൻ്റെ വീട്ടിലെ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കൂടുതലും വലിയ അരിയുടെ ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്തായാലും അവിടെ വലിയ റൈസിൻ്റെ അരിയായിരിക്കും. നന്നായിട്ട് തന്നെ ബിരിയാണിയിലേക്കൊക്കെ കോൺസെൻട്രേഷനൊക്കെ ചെയ്തിട്ട് ബിരിയാണി മസാലയും അങ്ങോട്ട് മിക്സ് ചെയ്യണ ഒരു സീനാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭയങ്കര നല്ലൊരു കോൺസെൻട്രേഷനോടെ തന്നെ അവൻ ബിരിയാണിയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിടയ്ക്ക് സംസാരിച്ച് അവനെ കുറേ ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും അവൻ ആ ഫുൾ കോൺസെൻട്രേഷൻ ബിരിയാണി തന്നെ കേട്ടോ പിടിച്ചു വെച്ചേക്കണം. അങ്ങനെ ഞാൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുറേ നേരമായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെയും ദമ്മിലിട്ട് കുറച്ചും കൂടി ആവി കയറ്റി ചെയ്തുകൊണ്ട് മസാല എല്ലാം റൈസിലേക്ക് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി എന്ന് വെച്ചാൽ അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല സ്മെല്ലും വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യപ്പം തന്നെ. അങ്ങനെ ബിരിയാണിയുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ 10 മിനിറ്റ് ബിരിയാണി ദമ്മിലേക്ക് ഇട്ട് അങ്ങനെ വെച്ചു. എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഒരു 5-10 മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വെക്കണം. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ. പേര്, അഡ്രസ്, മെയിൽ വിലാസ് എല്ലാം കൂടി പറഞ്ഞേക്കും. ഇതൊക്കെ ജൂഡിൻ്റെ കഴിഞ്ഞ നമ്മുടെ ജൂഡിൻ്റെ ബിരിയാണിയൊക്കെ പൊളിയായിട്ട് ബിരിയാണിയൊക്കെ റെഡിയായി. അങ്ങനെയാണ് ജൂഡ് ബിരിയാണി ഉണ്ടാക്കി കൈ കൊണ്ട്. ഓ നോ, ഞാനിത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നല്ല മണമുണ്ട്. ആദ്യമായിട്ടല്ല, ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ട് അവന്റെ ബിരിയാണി. ഇതിന് നമ്മളെ വിരുന്നിന് വിളിച്ചപ്പോ അവനല്ലേ ബിരിയാണി ഉണ്ടാക്കിയത്. ആ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. യെസ്, കല്യാണത്തിന് മുമ്പാ. അത് വേറെ കാമുകിയായിട്ട് വന്നായിരിക്കും. കല്യാണം കഴിഞ്ഞ് വന്നത് ഞാനായിട്ട്. ചെക്കനൊന്നും ഓർമ്മയില്ലടാ, മറവിയ. അതെ, വേറെ വല്ല നെഗറ്റീവ്സ് ഒക്കെ എല്ലാം നല്ല ഓർമ്മയായിരിക്കും. യമ്മി. കല്യാണമൊക്കെ സൂപ്പർ.
അവിടെ തലേ ദിവസം നല്ല അടിപൊളി ബീഫ് ബിരിയാണി, പിറ്റേ ദിവസം ബിരിയാണി. നമ്മൾ സദ്യ കഴിച്ചത്, ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു. ചിക്കൻ കറിയും ബിരിയാണിയും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യണ സമയത്താണ് ഡാഡി വന്നിട്ട് പറഞ്ഞിട്ട് ഒരു ഗെയിംസ് ഉണ്ട്, അത് കളിച്ച് വിൻ ചെയ്യണ ആരാണെന്ന് നോക്കാമെന്നും പറഞ്ഞ് കുറച്ച് ബ്ലോക്ക് കെട്ടുകളൊക്കെ തന്നിട്ട് ജിറാഫിന് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ആദ്യം വിചാരിച്ച് കുറച്ചൊരു പാക്കറ്റിൽ ബ്ലോക്ക് കെട്ടുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു സോ സിമ്പിൾ, ഇതാണോ ഗെയിംസ്, ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒരു മത്സരം നടത്തിയായിരുന്നു. ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് മത്സരമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഓരോരുത്തരും ജിറാഫിന് ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തേതായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ ജിറാഫിൻ്റെ തല മാത്രം പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാക്കിയൊന്നും പറ്റുന്നില്ല. അന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും ആയിരുന്നു ഇട്ടുകൊണ്ടത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജൂഡിനോട് പറഞ്ഞു, ജൂടെ ഒരു ടീഷർട്ട് തന്നേക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവൻ്റെ ഒരു ടീഷർട്ടും ഞാൻ കഴിക്കലാക്കിയായിരുന്നു. ബുദ്ധിയുള്ളവർക്ക് കളിക്കാവുന്നതാണ്, ബുദ്ധിയുള്ളവർക്ക് കളിക്കാം. വാശിയേറിയ പോരാട്ടം. ജീവിത പരീക്ഷണങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കോൺസെൻട്രേഷനിലൂടെ ചൂട് ഹോട്ടലിൽ പോലും ജോലിയില്ല. കഴുത്ത് വരെ നമ്മള് കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് തെറ്റും. ചെയ്യണ്ട ഓ ആയിക്കാ 2 സൈഡിലുണ്ട്. ഇങ്ങനെ വെക്കണം, അപ്പോഴാണ് ആ ഭംഗി. നമുക്കറിയില്ലല്ലോ, നമ്മളോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഓ വെച്ചല്ലോ, ഓ വെച്ച്. പിയോ ഇല്ലാത്തേന്ന് തോന്നുന്നു. 17ആണോ പി? ക്യൂ വെക്കുന്നേ 6 ഇതാണ് സാധനം. അപ്പൊ കാലും കൂടെ വന്നാ മതി, കാലും കൂടെ വന്നാ മതി. ഓ VW ഉണ്ട്. ഫൈനലി നമ്മുടെ ജൂഡ് തന്നെ വിൻ ചെയ്തായിരുന്നു. അവൻ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി ജിറാഫിനെ തന്നെ ഉണ്ടാക്കിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ കഴുത്ത് വരെയും ശരിക്കും പറ്റിയുള്ളൂ. അവൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയായിരുന്നു. അത് പോകാതെ അടിക്കുന്നുണ്ട്. അതേ പണി പിന്നെ വാരിയിടോ മോൻ, അതേ പണി പോട്ടെ, ചെയ്യട്ടെ, അധികം പഠിക്കട്ടെ. അല്ല വീട്ടിലേക്കുള്ള ചെയർ ടേബിളൊക്കെ പുറത്തിട്ടിട്ട് പിന്നെ അകത്ത് ഇടാം. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ജൂഡിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലേക്കാണ് നേരിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. ചീനവലകളും കണ്ടൽ കാടുകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് തന്നെ വീട്ടിലേക്ക് എത്താൻ പറ്റും നമുക്ക്.
ഈ സ്ഥലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇത്. ഇനി അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലീനെ വീട്ടിലാക്കിയിട്ട് ഞാനും നേരെ പോണതെന്ന് വെച്ചാൽ മറൈൻ ഡ്രൈവിലാണ്. ഞാനും ജൂഡും കൂടിയാണ് കേട്ടോ മറൈൻ ഡ്രൈവിൽ പോണത്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം റനീഷ് തന്നെയാണ് വരാമെന്ന് പറഞ്ഞേക്കണം. അപ്പം റനീഷിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോണത്. പഴയ ഫ്രണ്ട് റനീഷിനെ കാണാൻ പോണ. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കണ മറൈൻ ഡ്രൈവിലാണ് ഗൈസ്. അപ്പൊ അവൻ ഇപ്പൊ വന്നുകൊണ്ട് ബസ് ഇറങ്ങി അവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവനെ കാണിച്ചു തരാം നിങ്ങക്ക്. അയ്യോ വീഡിയോ ഓണായില്ലേ മോനെ, വന്യ മോനെ, സൂം ചെയ്ത് കാണിച്ചിട്ടെ. പിടിച്ചവനെ പിടിച്ചവനെ പ്ലേ പൗസ് ചെയ്യിക്കാന്ന് കെട്ടിപ്പിടുത്തൊക്കെ ആവട്ടോ. നീയൊന്നുമില്ല സുഖം. ചേട്ടനാ അസ്ലമ്മ ഇല്ല ഇല്ലനല്ലേ? ഇല്ല ഒരു ഫോറിനർ ഇല്ലേടാ. എന്റെ ഏകദേശം ചൂടിന്റെ പോലെ ഉണ്ടല്ലേ സ്വഭാവമൊക്കെ. മറൈൻ ഡ്രൈവിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത്. ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും തന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. ശരിക്കും മറൈൻ ഡ്രൈവിന് പുരോഗമനമൊന്നുമില്ല, മെയിൻറ്റെയിൻ ചെയ്യാനില്ല. ഡിന്നർ കഴിക്കാൻ വന്നത് റിനീഷ് നേരത്തെ വർക്ക് ചെയ്ത ഒരു പ്രോപ്പർട്ടി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കണമെന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഫുഡൊക്കെ വന്നപ്പോൾ ഞാൻ മറന്നുപോയി. പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കിയായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പെട്ടെന്നൊരു തോന്നൽ എല്ലാവർക്കും വന്നത്, നമുക്ക് ബ്രോഡ്വേ പോയാലെന്ന്. അങ്ങനെ നേരിട്ട് നമ്മൾ പോയതെന്ന് വെച്ചാൽ ബ്രോഡ്വേയിലേക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നാളായി ബ്രോഡ്വേയിലൊക്കെ പോയിട്ട് ആ ഒരു മെമ്മറിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ പിന്നീട് പോയിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് അങ്ങനെ പോയിട്ടില്ല, കുറവാണ്. എല്ലാവരും വേറെ വേറെ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രോഡ്വേയിൽ പോയി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസും ചെയ്തായിരുന്നു കേട്ടോ. ജൂടെ പണ്ട് പോയ വഴിയെന്ന് പറഞ്ഞു തരൂ. സത്യം പറഞ്ഞത് ഇതാണ് എന്റെ മെയിൻ ഗൈഡ്. വഴി കൂടിയൊക്കെ ജൂടെ നീ ഓപ്പൺ ആയിട്ട് പറയും, എന്താണ് കുറ്റബോധം നിനക്ക്? നമ്മളൊരു എക്സ്റ്റൻഷനും പോരുമ്പോൾ നമ്മൾ ബ്രോഡ്വേയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് എത്ര മണി? വെറും 10 മണി രാത്രി 10 മണിക്ക് നമ്മൾ മറൈൻ ഡ്രൈവിന്റെ പാതയിലൂടെ, ഓപ്പോസിറ്റ് പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല. ഇവിടെ എന്താണ്ട നീ ഇങ്ങനെ ഇതെന്താണത്? പാർട്ടിയുടെ പരിപാടിയാണ്. ഹലോ പാർട്ടിക്കാരെ കുറച്ച് ഇടി തരൂ. പാർട്ടിക്കാരെ കടലപ്പട്ടായി ചോദിച്ചു, കിട്ടില്ല കേസ്. എന്ത് ചെയ്യാനാണ്? എന്താ ഒന്നും പറയല്ല. ഇവൻ ക്യാമറ വരുമ്പോ ഒന്നും പറയൂലടാ. പറയോ? ധൈര്യമുണ്ടോ എനിക്ക് പറയാൻ? ജൂഡിനെ പ്രേരിപ്പിച്ചിട്ട് 2 വാക്കുകൾ സംസാരിപ്പിക്കുകയാണ്. ക്യാമറ തിരിച്ച് നീ എന്നെ ഇടിക്കും പിടിച്ച്. അയ്യോ അതില്ല. അന്നേരം ഞാൻ നോക്കൂല. അയ്യോ നോക്കാത്ത വ്യക്തി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിലാണ് ഈ തോന്നിയാസം കാണിക്കുന്നത് ഗൈസ്. ശരിയാണ്. പഴയകാല അലവറക്കെന്നല്ല പറഞ്ഞു. എനിക്ക് അറിയുമോ ഗൈസ്, ഷെമീർ ഫസ്റ്റ് വണ്ടി ഓടിക്കാൻ പഠിച്ച ഈ വഴിയിലൂടെയാണ്. കാർ ഓടിക്കാൻ പഠിച്ചത് ഇവിടെ വന്നതിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട് ഗൈസ്, അത് തന്നെ, അതാണ് ഞാൻ ഇപ്പൊ പറയാൻ തുടങ്ങിയത്. 10 ദിവസത്തെ ട്രെയിനിങ് എടുത്തിട്ട് ആശാന്റെ പരിത്തറിയും മേടിച്ച്
പുറം രാജ്യത്തൊക്കെ പോകണതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് കണ്ട ഫോട്ടോ ഉണ്ട് ആരുടെയെങ്കിലും കയ്യിൽ? എൻ്റെ കയ്യിലുണ്ട് മക്കളെ, എൻ്റെ കയ്യിലുണ്ട്. എന്താ എൻ്റെ വേണ്ട, ആ ഫോട്ടോ എനിക്ക് കാണണ്ട. നമ്മൾ ഹൈക്കോർട്ടിലായിരുന്നു കേട്ടോ വണ്ടി വെച്ചത്. അപ്പൊ ഹൈക്കോർട്ടിന്റെ അങ്ങാടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി വെച്ചേക്കാൻ എവിടെയാണ് മോനെ? ഇവിടെ അപ്പൊ റിനീഷിനെ നീ എവിടെ ആക്കും? മെട്രോ സ്റ്റേഷനിലാക്കിയിട്ട് വരിക. ഞാനിവിടെ വെയിറ്റ് പണ്ണതാണ്. നടക്കണം, നടക്കാം. ഞാൻ ഇതിലേക്ക് കൂടി നടക്കാം. ഈസി ആയില്ല, പക്ഷെ എന്നെ കളഞ്ഞിട്ട് പോരുത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ റിനീഷിനെ കൊണ്ടുപോയി തൊട്ടടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ആക്കണം. എന്നാലേ അവന് അവിടെ നിന്ന് മെട്രോ കയറിയിട്ട് റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ റിനീഷിനെയും കൊണ്ട് ജൂഡ് പോണേന്. അപ്പോൾ ഈ റോഡ് അവൻ പോണ വഴി തന്നെയാണ് നമ്മൾ പോണത്. അപ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് നടക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ ആ വഴിയിലൂടെ നടന്നു പോകും. അപ്പോൾ അവൻ എന്നെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും ബൈ 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 ബൈ.